ഇപ്പോൾ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെച്ചാൽ 5 സ്പോക്സ് ആണ്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, ഫാമിലി ലൈഫ്, പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. മനസ്സിലായി? ഈ 5 എണ്ണം ബാലൻസ് ചെയ്യും. പലർക്കും ചില പേഴ്സണൽ ലൈഫ് ഫുള്ളായിരിക്കും. മീ ടൈം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് എപ്പോഴും എല്ലാവർക്കും സോളിറ്റ്യൂഡ് ആവശ്യമാണ്. എല്ലാവരും ചിലർക്ക് കുറച്ച് ചിലർക്ക് കുറച്ച് മതിയായിരിക്കും. അതെ, മീ ടൈം. പിന്നെ ഫാമിലി ടൈം, നമ്മുടെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത്. പ്രൊഫഷണൽ ലൈഫ്, നമ്മളതിൽ അപ്പോൾ നമ്മുടെ ജോലി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സോട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നത്, ടൂറിന് പോകുന്നത്, അങ്ങനത്തെ പല പല രീതിയിലുള്ള. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ബാലൻസ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇപ്പം ചിലവർ വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഫാമിലി കോംപ്രമൈസ് ചെയ്യുന്നു, മീ ടൈം കോൺസെൻട്രേറ്റ്, അതെല്ലാം ഡെഫിനറ്റ്ലി അത് ഭയങ്കര സ്ട്രെസ് ലെവൽ കൂട്ടും. ഇതെല്ലാം നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് മീ ടൈം ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി ടൈം ഇഷ്ടം പോലെ ഉണ്ട്, വർക്ക് ഇല്ലെങ്കിൽ നമുക്കത് സ്ട്രെസ്സാണ്, യൂസ്ലെസ് അല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട്സ് ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്, കുറെ നല്ല ജോലി ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം വേണം. ഇതെല്ലാം കൂടി പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തണം. ജോലി മാത്രം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ ടൈം ഫാമിലി എന്ന് പറഞ്ഞ് നടക്കുന്നവർ, അല്ലെങ്കിൽ ഫുൾ ടൈം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഫുൾ ടൈം മീറ്റ് എന്ന് വെറുതെ സോൾട്ട് ചെയ്ത് എല്ലാവർക്കും പ്രോബ്ലംസ് ആണ്. അപ്പം ഇതിനെല്ലാം പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യണം.